നമസ്കാരം, ഞാൻ PC ജെയിംസ്, നിർമ്മല കോളേജ്, കുറവലങ്ങാട്. നമുക്കിന്ന് കുറെ സെന്റൻസസിലേക്ക് പോകാം. ഒരു തുടക്കം, വേർ യു ഗോ. ആരെങ്കിലും ചോദിക്കുന്നു, നിങ്ങൾ എവിടെ പോവുക? അപ്പോൾ ഒരാൾ പറയുന്നു, ഐ ഗോ ടു ചേർച്ച്. ഐ ഗോ ടു ചേർച്ച്, ഞാൻ പള്ളിയിൽ പോവുക. ഒന്നുകൂടെ, വേർ ഡു യു ഗോ, എവിടെ പോവുക? ഐ ഗോ ടു ചേർച്ച്. ഇവിടെ പള്ളിയിൽ പോയി എന്നാണ് പറയേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിലോ, നിങ്ങൾ എവിടെ പോയി എന്ന ക്വസ്റ്റ്യൻ മാറും. അപ്പോൾ വെയർ ഡു യു ഗോ എന്നത് വെയർ ഡിഡ് യു ഗോ ആയിട്ട് മാറും. ഇനി നിങ്ങൾ എവിടെ പോകും എന്നാണെങ്കിലോ, ഞാൻ ബാംഗ്ലൂർ പോകും. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ കണ്ടു. ഒന്ന്, ഒരു കഴിഞ്ഞ കാലത്തെ സൂചിപ്പിക്കുന്നത് കണ്ടു. 2, ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം കണ്ടു. 3, ഇനി വരാൻ പോകുന്ന ഒരു കാര്യം കണ്ടു. അതായത് ഞാൻ പള്ളിയിൽ പോകുന്നു, ഞാൻ അമ്പലത്തിൽ പോകുന്നു, ഞാൻ മോസ്കിൽ പോകുന്നു, അതിപ്പോൾ നടക്കുകയാണ്. ഞാൻ പള്ളിയിൽ പോയി, കഴിഞ്ഞുപോയി. ഞാൻ ക്ഷേത്രത്തിൽ പോയി, കഴിഞ്ഞുപോയി. ഞാൻ മോസ്കിൽ പോയി, അത് കഴിഞ്ഞുപോയി. അപ്പോൾ കഴിഞ്ഞ ആ പ്രവൃത്തി കഴിഞ്ഞ കാലത്തിൽ നടന്നതാണ്. അതിനു മുമ്പ് പറഞ്ഞത് ഇപ്പോൾ നടക്കുന്നതാ. ഇനി വരാൻ പോകുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ പറയേണ്ടി വരും. ഞാൻ കോട്ടയത്തിന് പോകും, ഞാൻ അടുത്ത മാസം വേളാങ്കണ്ണി പോകും, ഞാൻ അടുത്ത ആണ്ടിൽ അമേരിക്കയ്ക്ക് പോകും. ഇങ്ങനെ പറയുമ്പോൾ പോകും, വരും, കാണും, എടുക്കും, കഴിക്കും, ചാടും, വായിക്കും, ഇങ്ങനെയൊക്കെ ഉള്ളത് ഫ്യൂച്ചർ എന്ന് പറയും. ഭാവിയെ കാണിക്കുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞു, പഠിച്ചു, വന്നു, കണ്ടു, ഉറങ്ങി, ചാടി, ഇതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞു പോയത് പറയേണ്ടി വരും, വരാനിരിക്കുന്നത് പറയേണ്ടി വരും. കൂടുതൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഉള്ളതാണെന്ന് മാത്രം. ഇപ്പോൾ ഉള്ളതിനെ നമ്മൾ പ്രസന്റ് എന്ന് പറയും, കഴിഞ്ഞു പോയതിനെ പാസ്റ്റ് എന്ന് പറയും, വരാനിരിക്കുന്നതിനെ ഫ്യൂച്ചർ എന്ന് പറയും. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, പ്രവൃത്തി നടക്കുന്ന സമയത്തെ, നടന്ന സമയത്തെ, നടക്കാനിരിക്കുന്ന സമയത്തെ ഇങ്ങനെ 3 കാലങ്ങളായിട്ട് തിരിക്കാം. കാലം എന്ന് പറഞ്ഞാൽ സമയം, സമയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ടൈമാണ്. ഇംഗ്ലീഷിൽ ഇങ്ങനെ പ്രവൃത്തി എപ്പോൾ നടന്നു, നടന്നതാണോ അതോ നടക്കാനിരിക്കുന്നതാണോ ഇപ്പം നടക്കുന്നതാണോ എന്ന് വ്യക്തമാക്കുന്ന ഒന്നാണ് ടെൻസ് ആപ്ലിക്കേഷൻസ്. ടെൻസ് എന്ന് പറഞ്ഞാൽ ടൈമിനെ സൂചിപ്പിക്കുന്നതാണ്. ഇത് ലാറ്റിനിൽ ടെമ്പസ് എന്ന വേർഡിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ സമയത്തെ സൂചിപ്പിക്കുന്ന 3 കാലങ്ങളുണ്ട്. ഒന്ന്, പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞ കാലത്തെ സൂചിപ്പിക്കുന്ന. 2, പ്രസന്റ് ടെൻസ്, ഇപ്പോൾ ഉള്ളത്, മലയാളത്തിൽ വർത്തമാനകാലം എന്നൊക്കെ പറയുന്നത്. 3, ഫ്യൂച്ചർ ടെൻസ്, വരാനിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞത്, ഇപ്പോൾ ഉള്ളത്, വരാനിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഓരോന്നിനെയും, കഴിഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞത് ഇപ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പാവാം, 1 മിനിറ്റ് മുമ്പാവാം, 1 വർഷം മുമ്പാവാം, നൂറ്റാണ്ട് മുമ്പാകാം, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാവാം. അപ്പോൾ ഒരു അനന്തത അവിടെയുണ്ട്. അവിടെ ഒരു അൺസർട്ടനിറ്റി, ഒരു അനിശ്ചിതമായ ഒരവസ്ഥയുണ്ട്. ഏതാണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകുകയില്ല. അപ്പം അതുകൊണ്ട് ഈ ഓരോന്നിനെയും കുറെ കൂടെ വ്യക്തമാക്കാൻ വേണ്ടി ഈ 3 ടെൻസിനെയും, ടെൻസ് 3 ഉള്ളൂ, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, ഓരോന്നിനെയും 4 വീതം തിരിക്കും. അതിൽ ഒന്നാമത്തത് സിമ്പിൾ, 2 കണ്ടിന്യൂസ്, 3 പെർഫെക്റ്റ്, 4 പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത് ഈ 3 ടെൻസിനും ബാധകമാണ്, ആപ്ലിക്കബിളാണ്. അതായത് പാസ്റ്റ് ടെൻസിനെ 4 ആയിട്ട് തിരിക്കാം, പ്രസന്റ് ടെൻസിനെ 4 ആയിട്ട് തിരിക്കാം, ഫ്യൂച്ചർ ടെൻസിനെ 4 ആയിട്ട് തിരിക്കാം. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം 12 ടെൻസ് ഉണ്ടെന്നല്ല, മറിച്ച് 3 ടെൻസിനെ 4 ആയിട്ട് തിരിക്കുമ്പോൾ 3 × 4, 3 × 4, 12 രൂപങ്ങൾ ഉണ്ടെന്നാണ്. അല്ലാതെ ടെൻസ് 12 ഇല്ല, 12 രൂപങ്ങളുണ്ട്. അതെന്തിനാ അങ്ങനെ തിരിക്കുന്നത്? വ്യക്തതയ്ക്ക് വേണ്ടി. കഴിഞ്ഞ കാലത്തിൽ നടന്നതാണേ അത്
കഴിഞ്ഞ ഏത് കാലം നടന്നു, അത് വ്യക്തതയ്ക്ക് വേണ്ടി. വരാനിരിക്കുന്നതാണെങ്കിൽ അത് എപ്പോ, അത് വ്യക്തതയ്ക്ക് വേണ്ടി. ഇപ്പോൾ ഉള്ളതാണെങ്കിൽ അതെപ്പോ. അങ്ങനെ 3നെയും 4 വീതം തിരിക്കുമ്പോൾ 12 ടെൻസ് ഫോംസ് കിട്ടും. ഇനി നമുക്ക് ഓരോന്നും നോക്കാം. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്ന് പറഞ്ഞ ടെൻസ് 3 ഉണ്ടെങ്കിലും പ്രസന്റിനാണ് ഇമ്പോർട്ടൻസ്. കാരണം പാസ്റ്റ് കഴിഞ്ഞു പോയത്, ഫ്യൂച്ചർ വരാനിരിക്കുന്നതാ. അപ്പോൾ പ്രസന്റിൽ തുടങ്ങാം. പ്രസന്റിന്റെ ഒന്നാമത്തെ ഈ സിമ്പിൾ ആദ്യം എടുക്കണം. സിമ്പിൾ പ്രസന്റ്. പ്രസന്റ് സിമ്പിൾ എന്നല്ല പറയുക, സിമ്പിൾ പ്രസന്റ്. 2 തിരിച്ചു വരും. പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതുപോലെ തന്നെ പാസ്റ്റും സിമ്പിൾ ആദ്യം എടുക്കുക. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി ഫ്യൂച്ചർ എടുക്കുക. സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഒന്നുകൂടെ പറഞ്ഞാൽ സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി അടുത്തത് ഈ ഓരോന്നിൻ്റെ ഓരോ എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ സിമ്പിൾ പ്രസന്റ്, ഐ റൈറ്റ്, സബ്ജക്റ്റ് റൂട്ട് വെർബ് അനുസരിച്ച് ഐ റൈറ്റ് വന്നു. അത് കണ്ടിന്യൂസിലേക്ക് മാറ്റുമ്പോൾ ഐ ആം റൈറ്റിംഗ് എന്നായിട്ട് മാറി. അത് പെർഫെക്റ്റിലേക്ക് വരുമ്പോൾ ഐ ഹാവ് റിട്ടൺ എന്ന് വരും. പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് വരുമ്പോൾ ഐ ഹാവ് ബീൻ റൈറ്റിംഗ്. സിമ്പിൾ പാസ്റ്റ് ഐ റോട്ട്. പാസ്റ്റ് കണ്ടിന്യൂസ് ഐ വാസ് റൈറ്റിംഗ്. പാസ്റ്റ് പെർഫെക്റ്റ് ഐ ഹാഡ് റിട്ടൺ. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഐ ഹാഡ് ബീൻ റൈറ്റിംഗ്. സിമ്പിൾ ഫ്യൂച്ചർ ഐ ഷാൽ റൈറ്റ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഐ ഷാൽ ബി റൈറ്റിംഗ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ഐ ഷാൽ ഹാവ് റിട്ടൺ. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഐ ഷാൽ ഹാവ് ബീൻ റൈറ്റിംഗ്. ഇനി തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഐ റൈറ്റ്, ഇതിനൊരു എളുപ്പ വഴിയുണ്ട് കണ്ടുപിടിക്കാൻ, മാറ്റാൻ. ഐ റൈറ്റ് എന്ന സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണമെങ്കിൽ റൈറ്റ് മാറി റോട്ടായാൽ മതി. അതായത് സബ്ജക്റ്റ് ഐ ഒരിക്കലും മാറില്ല. അപ്പോൾ ഞാൻ എഴുതുന്നു, ഞാൻ എഴുതി. അത് ഫ്യൂച്ചറിലേക്കാണെങ്കിൽ കിട്ടുന്ന ഫ്യൂച്ചറിനെ കാണിക്കുന്ന ഓക്സിലറി ഷാലും വില്ലുവ. ഐയുടെ കൂടെയും വിയുടെ കൂടെയും ഷാലാണ് സാധാരണ ചേർക്കുക. ഐ ഷാൽ. അപ്പോൾ ഐ റൈറ്റ് എന്ന സിമ്പിൾ പ്രസന്റിന്റെ കൂടെ റൈറ്റിന് മുമ്പിൽ ഷാൽ ചേരുമ്പോൾ ഐ ഷാൽ റൈറ്റ്, ഞാൻ എഴുതും. ഒന്നുകൂടെ, ഐ റൈറ്റ് ഞാൻ എഴുതുന്നു, ഐ ഷാൽ റൈറ്റ് ഞാൻ എഴുതും. ഐ റോട്ട് ആണെങ്കിലോ ഞാൻ എഴുതി. ഐ ആം റൈറ്റിംഗ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഐ റൈറ്റ് ഞാൻ എഴുതുന്നു, ഐ ആം റൈറ്റിംഗ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഈ ആം റൈറ്റിംഗ് പാസ്റ്റിലേക്ക് വരുമ്പോഴോ ഐ വാസ് റൈറ്റിംഗ്. ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ ഐ ഷാൽ ബി റൈറ്റിംഗ്. ഐ റൈറ്റ്, ഐ റോട്ട്, ഐ ഷാൽ റൈറ്റ്. ഐ ആം റൈറ്റിംഗ്, ഐ വാസ് റൈറ്റിംഗ്, ഐ ഷാൽ ബി റൈറ്റിംഗ്. ഇനി നമുക്ക് പെർഫെക്റ്റിലേക്ക് പോകാം. ഐ ഹാവ് റിട്ടൺ. ഇത് പാസ്റ്റ് പെർഫെക്റ്റിലാണെങ്കിലോ ഹാവ് മാറി ഹാഡ് വരും. ഐ ഹാഡ് റിട്ടൺ. ഇത് ഫ്യൂച്ചറിൽ വരുമ്പോഴോ ഈ ഹാവിന് മുമ്പ് ഷാൽ ചേർത്താൽ മതി. ഐ ഷാൽ ഹാവ് റിട്ടൺ. ഐ ഹാവ് റിട്ടൺ, ഐ ഷാൽ ഹാവ് റിട്ടൺ. പാസ്റ്റ് വരുമ്പോൾ ഐ ഹാഡ് റിട്ടൺ. മീനിങ് ഇത് കഴിഞ്ഞ് നോക്കാം. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരുമ്പോൾ ഐ ഹാവ് ബീൻ റൈറ്റിംഗ്. അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോഴോ ഐ ഹാഡ് ബീൻ റൈറ്റിംഗ്. ഫ്യൂച്ചർ വരുമ്പോൾ ഐ ഷാൽ ഹാവ് ബീൻ റൈറ്റിംഗ്. ഇനി ഇതിൻ്റെ അർത്ഥ വ്യത്യാസമാണ് നോക്കേണ്ടത്. ഐ റൈറ്റ് ഞാൻ എഴുതുന്നു. ഐ ആം റൈറ്റിംഗ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഐ ഹാവ് റിട്ടൺ ഞാൻ എഴുതിയിട്ടുണ്ട്. ഐ ഹാവ് ബീൻ റൈറ്റിംഗ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാകുന്നു. ഐ റോട്ട് ഞാൻ എഴുതി. ഐ വാസ് റൈറ്റിംഗ് ഞാൻ എഴുതുകയായിരുന്നു. ഐ ഹാഡ് റിട്ടൺ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ എഴുതി കഴിഞ്ഞിരുന്നു. ഐ ഹാഡ് ബീൻ റൈറ്റിംഗ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഐ ഷാൽ റൈറ്റ് ഞാൻ എഴുതും. ഐ ഷാൽ ബി റൈറ്റിംഗ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കും, ഞാൻ എഴുതുകയായിരിക്കും. ഐ ഷാൽ ഹാവ് റിട്ടൺ ഞാൻ എഴുതിയിട്ടുണ്ടായിരിക്കും, ഞാൻ എഴുതി കഴിഞ്ഞിരിക്കും.
ഐ ഷാൽ ഹാവ് ബീൻ റൈറ്റിംഗ്, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ഇത് ശ്രദ്ധിച്ചാൽ ആ അർത്ഥ വ്യത്യാസം നോക്കിയാൽ ഉപയോഗത്തിൽ നമുക്ക് വ്യത്യാസം കാണാൻ പറ്റും. ഈ വ്യത്യാസം എന്ന് പറയുന്നത് ടെൻസ് എവിടെ ഉപയോഗിക്കണം, ഏത് ടെൻസിൽ എപ്പോ ഏത് ടെൻസ് ഫോം ഉപയോഗിക്കണം എന്നറിഞ്ഞാൽ മാത്രമേ നന്നായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. മൊത്തം ടെൻസിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 40 സന്ദർഭങ്ങളിലായിട്ടാണ്. അതിൽ 22 പ്രസന്റ് ടെൻസും 13 പാസ്റ്റ് ടെൻസിലും 5 ഫ്യൂച്ചർ ടെൻസിലും. അങ്ങനെ 22 13 35 5 40 സിറ്റുവേഷനിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.